നിറവിലേക്ക് സ്വാഗതം. എല്ലാം ക്ഷണികമാണ്. ഇന്ന് ഇവിടെയുള്ള ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം എപ്പോഴും ഹൃദയത്തിലുണ്ടാവണം. വിശുദ്ധ ഉർസുലയുടെ വാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഫാദർ ജോൺ പോൾ OIC പാടുന്ന ഗാനമാണ് ആദ്യം. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്തേറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ അലറുന്ന ജീവിതമരുവിൽ പഥിക നീരുളിൻ മറവിൽ തളർന്നിരിപ്പോ. അലറുന്ന ജീവിതമരുവിൽ പഥിക നീരുളിൻ മറവിൽ തളർന്നിരിപ്പോ. കനിവിൻ്റെ ദീപമേ ഒളിവീശുകില്ലേ നീ, വഴി കാട്ടുകില്ലയോ നല്ലിടയ, വഴി കാട്ടുകില്ലയോ നല്ലിടയ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ മാറയിൻ കൈപ്പു നീർത്തേനാക്കിയില്ലേ നീ, കാനാവിലെ കുറവാകെ നീക്കി. മാറയിൻ കൈപ്പു നീർത്തേനാക്കിയില്ലേ നീ, കാനാവിലെ കുറവാകെ നീക്കി. സ്നേഹജലത്തിനാത്മാവു കേഴുമ്പോൾ ജീവജലം പകരാൻ വരില്ലേ, ജീവജലം പകരാൻ വരില്ലേ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്തേറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ
മനസാക്ഷി പറയുന്നതിനെക്കുറിച്ചാണ് ഷിജി ടീച്ചർ ഇന്ന് തോട്ട്സ് ഫോർ ലൈഫിൽ നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് നിഷ്കളങ്കമായ മനസാക്ഷി സൂക്ഷിക്കുവാൻ നിങ്ങൾ അത്യന്തം ശ്രദ്ധ വയ്ക്കണം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ മനസാക്ഷി നിഷ്കളങ്കമായി സൂക്ഷിക്കാൻ നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, മനസാക്ഷി ഇല്ലാത്തവരെന്ന് പേര് കേൾപ്പിക്കുന്ന പല വാർത്തകളുമാണ് നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നത്. നമുക്ക് പോലും പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരാറില്ലേ? ഒരു കഥയുണ്ട്. ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ രാജ്യത്തിലൂടെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ യാത്രയ്ക്കിടയിൽ അതീവ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. അവളെ സ്വന്തമാക്കണമെന്ന് രാജാവിന് ആഗ്രഹം. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവിടെ പട്ടണത്തിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനായ രത്ന വ്യാപാരിയുടെ ഭാര്യയാണ്. രാജാവിലെ ദുർബുദ്ധി ഉണർന്നു. രാജാവ് തൻ്റെ വിശ്വസ്തനായ ഒരു ഭടനെ അയച്ച് തൻ്റെ തന്നെ വജ്രമോതിരം ഈ രത്ന വ്യാപാരി അറിയാതെ അയാളുടെ കുതിരവണ്ടിയിൽ നിക്ഷേപിച്ചു. ഉടനെ തന്നെ വജ്രമോതിരം മോഷ്ടിച്ചവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഭടന്മാർ 4 പാടും പാഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഈ ചെറുപ്പക്കാരനായ രത്ന വ്യാപാരിയുടെ കുതിരവണ്ടിയിൽ നിന്നും രാജാവിൻ്റെ മുദ്രമോതിരം കണ്ടെടുത്തു. ഈ വജ്രവ്യാപാരിയെ മോഷ്ടാവെന്ന് കുറ്റം ചുമത്തി സദസ്സിൽ ഹാജരാക്കി. കുറ്റം ചെയ്തവന് ശിക്ഷ കിട്ടണമല്ലോ. ഉടനെ തന്നെ രാജാവ് ശിക്ഷയും വിധിച്ചു. വധശിക്ഷ തന്നെ. ശിരസ് അറുത്തു മാറ്റുവാനാണ് ശിക്ഷ. ഈ വ്യാപാരിയുടെ ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ രാജാവ് തന്നെ നേരിട്ട് എത്തി നിൽക്കുകയാണ്. രാജഭടൻ്റെ വാൾ ഉയരുന്നു. ആ വാളിന് താഴെ ചെറുപ്പക്കാരനായ ഈ മനുഷ്യൻ്റെ ശരീരം വിറയ്ക്കുന്നു. ശിരസ് കണ്ണുകളോടൊപ്പം തന്നെ വളരെ ദയനീയമായ ഭാവത്തിലാണ് അപ്പോൾ രാജാവിന് നേരെ നോക്കിയത്. രാജാവ് ആ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഉയർന്നു പൊങ്ങുന്ന ആ വാളിൻ്റെ താഴെയുള്ള ശിരസ് തൻ്റേത് തന്നെയാണോ? ആ മുഖം തൻ്റേത് തന്നെയാണോ? പെട്ടെന്നൊരു തിരിച്ചറിവ് പോലെ രാജാവ് വിളിച്ചു പറയുന്നു, അരുത്, അയാളെ കൊല്ലരുത്. പക്ഷേ അല്പം വൈകിപ്പോയി. രാജഭടൻ്റെ വാൾ ഉയർന്നു താന്നിരുന്നു. അപ്പോഴേക്കും ആ വ്യാപാരിയുടെ ശിരസ് താഴെ വീണു ഉരുണ്ടു. രാജാവ് പെട്ടെന്ന് തന്നെ ബോധരഹിതനായി വീണു. പിന്നീട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ മനസ്താപത്തോടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചു എന്നൊക്കെയാണ് കഥ അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ നാം ആരോടെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നൽകുമ്പോൾ ഓർക്കുക, ആ ആളിൻ്റെ സ്ഥാനത്ത് നമ്മെ തന്നെ കാണണം, നമ്മുടെ തന്നെ മുഖം കാണണം, നമ്മുടെ തന്നെ വേദന കാണണം. അപ്പോൾ നമുക്കൊരിക്കലും മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തോന്നില്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. മനസാക്ഷിയുടെ സ്വരം നമ്മോട് എപ്പോഴും മന്ത്രിച്ചുകൊണ്ട് ഇരിക്കും. ഇതാണ് ശരി, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന രീതിയിൽ. ദുഷ്ടപ്രവൃത്തികളും അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളും നമ്മുടെ മനസ്സിൽ ചെയ്യുവാനുള്ള തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ഈ മനസാക്ഷിയുടെ സ്വരത്തെ നാം അല്പമെങ്കിലും ഒന്ന് ശ്രവിക്കാൻ മനസ്സ് കാണിക്കണം. അതായത് മനസാക്ഷിയുടെ സ്വരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം തന്നെയാണ്. ആലോചനാ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന പൗലോസ് അപ്പസ്തോലൻ ധൈര്യത്തോടെ തൻ്റെടത്തോടെ പറയുന്ന വാചകം നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതായത്, ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ നല്ല മനസാക്ഷിയോടെയാണ് ഇതേവരെ ജീവിച്ചിട്ടുള്ളത്. ശരിയായ മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചവൻ്റെ മനത്തൻ്റെടം നമുക്ക് അപ്പസ്തോലൻ്റെ വാക്കുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും, ഓരോ ചിന്തയിലും, ഓരോ വാക്കിലും ഈ മനസാക്ഷിയുടെ സ്വരം, അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവാൻ നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. മലയാളത്തിലെ പ്രശസ്തനായ ഒരു പത്രാധിപർ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആഭരണങ്ങളൊക്കെ ഉരുക്കി കുറേ സ്വർണ്ണ മോതിരങ്ങൾ ഉണ്ടാക്കി. കുറേ എന്ന് പറഞ്ഞാൽ മക്കളുടെ എണ്ണത്തിനത്രയും സ്വർണ്ണ മോതിരങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ വൃദ്ധനായ പിതാവ് മക്കളെയെല്ലാം വിളിച്ച് തൻ്റെ കിടക്കയുടെ ചുറ്റുപാടും നിർത്തിയിട്ട് ഓരോരുത്തർക്കുമായി ഈ സ്വർണ്ണ മോതിരങ്ങൾ വിരലിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ അമ്മച്ചിയുടെ ആഭരണങ്ങൾ ഉരുക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ സ്വർണ്ണമോതിരം കയ്യിൽ അണിയുമ്പോൾ
നിങ്ങളുടെ അമ്മച്ചി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അമ്മച്ചി കാണുന്നുണ്ട്. അമ്മച്ചി കാണുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതായത് തെറ്റായ പ്രവൃത്തികൾ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നരുത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് മനസാക്ഷിയുടെ പ്രേരണയിലൂടെ ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് ആ അപ്പൻ മക്കൾക്ക് കൊടുത്തത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങളുടെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ അമ്മ സന്തോഷിക്കട്ടെ. അതുപോലെയുള്ള പ്രവൃത്തികളും ചിന്തകളും വാക്കുകളും മാത്രമേ നിങ്ങളിൽ നിന്നുണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയുമാണ് എന്ന്. ഇത് വലിയൊരു പ്രചോദനത്തിൻ്റെ ഉപദേശമാണ്, വലിയൊരു പ്രചോദനത്തിൻ്റെ വാക്കുകളാണ്. ഇത്തരം പ്രചോദനങ്ങൾ നമുക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം. അതായത് നമ്മുടെ ഉള്ളിലിരുന്ന് മനസാക്ഷിയുടെ രൂപത്തിൽ ദൈവം നമ്മളോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ചില ഉപദേശങ്ങളുണ്ടല്ലോ, അതിനെ ശ്രവിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ തന്നെ അതിന് നമുക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസാക്ഷിയെ അല്പം പോലും ഗൗനിക്കാതെ മുൻപോട്ട് പോകേണ്ടി വരും. അങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നവരെയാണ് നമ്മൾ മനസാക്ഷിയില്ലാത്തവൻ അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്തവൾ, മനസാക്ഷി നശിച്ച സമൂഹം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളതും. ഒരിക്കൽ മൈക്കൽ ആഞ്ചലോ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ ചിത്രം ഒരുക്കിയ ഒരു കഥയും പലപ്പോഴും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്നത് റോമിലെ തന്നെ പ്രശസ്തമായ ചാപ്പലാണ്, പലർക്കും അറിയാം. ഇതിൻ്റെ മുകൾ തട്ടിൽ ഏതാണ്ട് 80 അടി ഉയരത്തിലാണ് മൈക്കൽ ആഞ്ചലോ ഈ ചിത്രം ഒരുക്കുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് കഴുത്ത് വേദനിച്ച് നിന്ന് ഈ ചാപ്പലിൻ്റെ ഏറ്റവും മുകളിൽ ചിത്രം ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സന്ദർശകരിൽ ഒരാൾ മൈക്കൽ ആഞ്ചലോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചിത്രം ഒരുക്കുന്നത് താഴെ നിന്ന് 80 അടിയോളം ഉയരത്തിലാണ്. അതിനകത്തുള്ള ചെറിയ വരകൾ അല്ലെങ്കിൽ ചെറിയ നിറവ്യത്യാസങ്ങളൊക്കെ ആര് മനസ്സിലാക്കാനാണ്? താഴെ നിന്ന് നോക്കുന്ന ആർക്കും തന്നെ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വരുത്തിയാൽ മനസ്സിലാവാനേ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയേറെ സൂക്ഷ്മതയോടെ ഇത്രയേറെ കൃത്യതയോടെ ഇങ്ങനെ നിറങ്ങൾ ചാലിക്കുന്നതും ഇത്രയേറെ കൃത്യമായി വരകൾ ചേർക്കുന്നതുമൊക്കെ? നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ ചിത്രം പൂർത്തിയാക്കിയിട്ട് താഴെ ഇറങ്ങിക്കൂടെ? മൈക്കൽ ആഞ്ചലോ കൊടുത്ത മറുപടിയാണ് ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞത്, താഴെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഞാൻ വരച്ച ചിത്രത്തിൻ്റെ അപൂർണത പിടികിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ പോരായ്മ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ എനിക്കറിയാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിക്കറിയാമല്ലോ ഞാൻ ചെയ്യുന്ന ജോലി എത്രയേറെ പൂർണ്ണതയോടെയാണ്, എത്രയേറെ ആത്മാർത്ഥമായിട്ടാണ്. ദൈവം എനിക്ക് തന്ന ഒരു അവസരത്തിനും എൻ്റെ കഴിവിനും അനുസരിച്ച് ഞാൻ മുഴുവൻ പൂർണ്ണതയോടെ അത് ചെയ്യാൻ ശ്രമിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകുമല്ലോ. അതാണ് എനിക്ക് മുഖ്യം. അതായത് എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് മുഖ്യമായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത നമ്മെയും നയിക്കേണ്ടതാണ്. നമ്മുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തയിലും വാക്കിലുമൊക്കെ ഈ ഒരു ഉപദേശമുണ്ടായിരിക്കട്ടെ. അതായത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റാരും കാണുന്നില്ലെങ്കിലും എൻ്റെ മനസാക്ഷിക്ക് അല്ലെങ്കിൽ എന്നെ കാണുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നീതീകരിക്കപ്പെട്ടതാണോ? അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എത്ര നന്നായി നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റുള്ളവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ തന്നെ കടമകളും എത്ര പൂർണ്ണമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും, എത്ര ആത്മാർത്ഥമായി നമുക്ക് ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കും. മനസാക്ഷിയെ മാനിച്ചു ജീവിക്കുന്നവർക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരുടെ മുൻപിലും തല കുനിക്കേണ്ടതില്ല, എവിടെയും തല ഉയർത്തിപ്പിടിച്ചു തന്നെ ജീവിക്കാം. പൗലോസ് അപ്പസ്തോലൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആകയാൽ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് അകന്നു പോകുവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ നന്മയിൽ ജീവിക്കുവിൻ എന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അനുദിന സംഭവങ്ങളിൽ അനുദിന പ്രവൃത്തികളിൽ നാം പാലിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലൊരു റെഡ് ഇന്ത്യൻ മൂപ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മയുടെയും തിന്മയുടെയുമായ ശക്തികളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ 2 തരം നായകളുണ്ട്. ഒന്ന് ദുഷ്ടനും ക്രൂരനുമാണ്. അപരൻ അല്ലെങ്കിൽ രണ്ടാമത്തെ നായ എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നവനാണ്, വളരെ ശാന്തനാണ്. പക്ഷേ ഈ ദുഷ്ടനായ നായ എപ്പോഴും ഈ ശാന്തനായ നായയോട് ശണ്ട കൂടിക്കൊണ്ടേയിരിക്കും, വഴക്ക് പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ യുദ്ധത്തിൽ ഇവർ തമ്മിലുള്ള കലഹത്തിൽ ആരായിരിക്കും ജയിക്കുക? അപ്പോൾ
റെഡ് ഇന്ത്യൻ മൂപ്പൻ ഒന്ന് നിർത്തിയിട്ട് ഒരു വേള നിശബ്ദനായിട്ട് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഏത് നായയ്ക്കാണോ കൂടുതൽ തീറ്റ കൊടുക്കുന്നത്, ഏത് നായയാണോ ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ പരിപാലിക്കുന്നത്, ആ നായയായിരിക്കും ഈ കലഹത്തിൽ അല്ലെങ്കിൽ ഈ വഴക്കിൽ ജയിക്കുക എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ മനസാക്ഷിയോട് യുദ്ധം പലപ്പോഴും നടക്കാറുണ്ട്. ശ്രദ്ധിക്കുക, ശരിയായ രീതിയിൽ നല്ല മനസാക്ഷിയുടെ സ്വരങ്ങൾ ശ്രവിച്ചുകൊണ്ട് ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ നാം ശ്രമിക്കുക തന്നെ വേണം. അതുകൊണ്ട് നടപടി പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും നേർക്ക് നിഷ്കളങ്കമായ മനസാക്ഷിയോടെ ജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ അതീവ ജാഗരൂകരായിരിക്കുവിൻ, അതീവമായ ശ്രദ്ധ ചെലുത്തുവിൻ. പോസിറ്റീവ് വൈബ്സുമായി നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങയുടെ ഗുരു ആരാണ്? ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവരുടെ എല്ലാം എണ്ണമെടുക്കണമെങ്കിൽ മാസങ്ങളോളം കുത്തിയിരുന്ന് എണ്ണിയാലും തീരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും എന്നെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച 3 ഗുരുക്കന്മാരെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ ഗുരു ഒരു കള്ളനാണ്. ഒരിക്കലൊരു യാത്രക്കിടയിൽ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് ഞാൻ ഒറ്റപ്പെട്ടു പോയി. രാത്രിയുടെ യാമങ്ങളിലാണ് ഞാൻ ആ ഗ്രാമത്തിലെത്തിയത്. ഒരു കടയോ വീടുകളോ ഒന്നും തുറക്കാത്ത സമയമായിരുന്നു. അവിടെ വെച്ചാണ് ഞാനൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. അയാളോട് ഞാൻ താമസിക്കാൻ ഒരു സ്ഥലം തരപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് മറ്റെവിടെയും താമസം കിട്ടില്ല എന്നും താനൊരു കള്ളനാണെന്നും എങ്കിലും വേണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാം എന്നും അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ ക്ഷണം സ്വീകരിക്കുകയും അയാളോടൊപ്പം 1 മാസത്തോളം താമസിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും രാത്രിയിൽ വീട് വിട്ടു പോകുമ്പോൾ അയാൾ എന്നോട് പറയുമായിരുന്നു, വിശ്രമിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. തിരികെ വരുമ്പോൾ ഞാൻ അയാളോട് ചോദിക്കും, ഇന്ന് എന്തെങ്കിലും കിട്ടിയോ? പലപ്പോഴും അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇന്നൊന്നും കിട്ടിയില്ല, എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഉടനെ എന്തെങ്കിലും കിട്ടും. വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ പലപ്പോഴും മടുപ്പ് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിക്കണം എന്ന് തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കള്ളൻ്റെ മുഖവും അയാൾ പറഞ്ഞ വാക്കുകളുമാണ് എൻ്റെ മനസ്സിലേക്ക് വരാറ്. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഉടനെ എന്തെങ്കിലും ലഭിക്കും. രണ്ടാമത് എൻ്റെ ഗുരുവായി തീർന്നത് ഒരു നായയാണ്. ഒരു യാത്രക്കിടയിൽ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ദാഹിച്ചു വലഞ്ഞ ഒരു നായ വെള്ളം കുടിക്കാനായി ഒരു കുളത്തിനടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ കുളത്തിലെ വെള്ളത്തിൽ തൻ്റെ പ്രതിച്ഛായ കണ്ട് അത് മറ്റൊരു നായയാണെന്ന് ഭയന്ന് അവൻ ഉറക്കെ കുരയ്ക്കുകയും തിരിച്ചോടുകയും ചെയ്യുന്നു. വീണ്ടും ദാഹത്തിൻ്റെ ആധിക്യം കൊണ്ട് തിരിച്ച് കുളത്തിലേക്ക് ചെല്ലുന്നു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചതിന് ശേഷം അവസാനം നായ ഒരു തീരുമാനമെടുക്കുന്നു. തൻ്റെ ഭയത്തെ മറികടന്നുകൊണ്ട് എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് നായ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട്. നമ്മുടെ ഭയത്തെ അതിജീവിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. മൂന്നാമതായി എൻ്റെ ഗുരുവായി തീർന്നത് ഒരു കൊച്ചു കുഞ്ഞാണ്. മറ്റൊരു യാത്രക്കിടയിൽ ഞാൻ അവനെ കണ്ടെത്തിയപ്പോൾ അവൻ കയ്യിൽ ഒരു മെഴുകുതിരിയുമായി പ്രാർത്ഥിക്കാനായി പോവുകയായിരുന്നു. മെഴുകുതിരി കത്തിച്ച അവനോട് ഒരു കൗതുകത്തിന് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നീ കത്തിച്ച ഈ തിരിയിൽ ഈ പ്രകാശം എവിടെ നിന്നാണ് വന്നത്? എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് ആ മെഴുകുതിരി ഊതിക്കെടുത്തി. എന്നിട്ട് എന്നോട് തിരിച്ചു ചോദിച്ചു, ഇപ്പോൾ ആ പ്രകാശം എവിടേക്കാണ് അപ്രത്യക്ഷമായത്? അങ്ങ് പറയൂ.
എൻ്റെ അഹങ്കാരം തകർന്നു പോയ നിമിഷമായിരുന്നു അത്. ഞാനൊരു വിഡ്ഢിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ നിമിഷവും. ഈ കഥ നമ്മളോട് പറയുന്നത് നമ്മുടെ ചുറ്റും എല്ലാം തന്നെ നമ്മുടെ ഗുരുക്കന്മാരാണ്. എന്തെങ്കിലും നമ്മെ പഠിപ്പിക്കാത്തതായി, എന്തെങ്കിലും ഒരു അറിവ് പകർന്നു തരാത്തതായി കടന്നു പോകുന്ന ഒരു അനുഭവമോ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളതാണ്. എല്ലാത്തിലൂടെയും വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതിനോട് നമ്മൾ എത്രമാത്രം തുറവിയുള്ളവരായിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമുക്കത് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും സാധിക്കുന്നത്. എല്ലാം ക്ഷണികമാണ്. ഇന്നിവിടെയുള്ള ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീണ്ടും കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്തേറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ